എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +2 തുല്യതാ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. 17-ാം തീയതി നടക്കുന്ന +2 കൊമേഴ്സിന്റെ ബിസിനസ് സ്റ്റഡീസ് എക്സാമിന് നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചു പോകേണ്ട 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ട് നമ്മൾ ഒരു 6 ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. ഇതിൽ 2 ചോദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരും. ഇതിൽ നിന്ന് തന്നെ ഉറപ്പായിട്ടും വരും. അതുകൊണ്ട് ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ പഠിതാക്കളും ഈ പറയുന്ന കാര്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ചോദ്യങ്ങൾ ഞാൻ പറയും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. അതായത് നമ്മൾ പറയുന്ന ഈ യിൽ നിന്ന് മറ്റ് മാർക്കുകൾക്കും, അതായത് 5 മാർക്കിനോ 4 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ, അല്ലെങ്കിൽ 1 വേർഡ് അടക്കം ചോദ്യങ്ങൾ വരാൻ കൂടി സാധ്യത ഉള്ളത് കൊണ്ട് പറയുന്ന 6 ചോദ്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം എന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഉദ്യോഗവൽക്കരണ പ്രക്രിയ വിശദീകരിക്കുക എന്നതാണ്. ഉദ്യോഗവൽക്കരണ പ്രക്രിയ വിശദീകരിക്കുക. ഓക്കെ, ഉദ്യോഗവൽക്കരണ പ്രക്രിയ ചുരുക്കി വിശദീകരിക്കുക എന്ന രീതിയിൽ ചോദ്യം ചോദിക്കും. ഉദ്യോഗവൽക്കരണ പ്രക്രിയ വിശദീകരിക്കുക എന്നും ചോദിക്കും. അപ്പോൾ ഇതിന്റെ ഒരു വിവരണാത്മക രീതിയാണ് ഉദ്യോഗവൽക്കരണം എങ്ങനെയാണ്, എന്താണ് അതിന്റെ ഒരു വിവരണാത്മക രീതിയാണ് നമ്മൾ ഇതിന് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് എഴുതുമ്പോൾ ഓരോ എഴുതുമ്പോഴും നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ എക്സ്പേർട്ട് ആയ ആളുകളാണ്, എങ്ങനെ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുന്നവരാണ്. എന്നാലും ഞാനൊന്ന് പറയുകയാണ്, ഏകദേശം നമുക്കൊരു 1.5 പുറം, മാക്സിമം 2 പുറത്തിൽ കവിയാതെ നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഷോർട്ട് നോട്ടൊക്കെ വാങ്ങി പഠിക്കുന്നവരാണെങ്കിൽ ആ ഷോർട്ട് നോട്ടിൽ ഇത് കൃത്യമായിട്ട് ഈ നോട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഈ ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കി ഏത് ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത് എന്ന് ഇന്ന് തന്നെ നിങ്ങൾ നോക്കിയിട്ട് പഠിക്കാനുള്ള ശ്രമം നടത്തണം. 17-ാം തീയതി അല്ലേ എക്സാം എന്ന് വിചാരിച്ച് തലേ ദിവസം വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഓരോ ഭാഗം ഘട്ടം ഘട്ടമായിട്ട് അങ്ങോട്ട് തീർക്കുക. ഓക്കെ, അപ്പോൾ ഓരോ ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. എക്സാമിന്റെ തലേ ദിവസം നമ്മൾ ലൈവ് വരും. അപ്പൊ ആ ലൈവും കൂടി ഒന്ന് കേട്ട് കഴിഞ്ഞാൽ, കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമായി മാറും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഉദ്യോഗവൽക്കരണ പ്രക്രിയ വിശദീകരിക്കുക, അല്ലെങ്കിൽ ഉദ്യോഗവൽക്കരണ പ്രക്രിയ ചുരുക്കി വിശദീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിപണനത്തിന്റെ വിവിധ ധർമ്മങ്ങൾ വിവരിക്കുക എന്നതാണ്. വിപണനത്തിന്റെ വിവിധ ധർമ്മങ്ങൾ. ഓക്കെ, വിപണനം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ബിസിനസ്സിൽ നമ്മൾ വിപണനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ആ വിപണനത്തിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അപ്പൊ വിപണനത്തിന് വിവിധ തരത്തിലുള്ള ധർമ്മങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പൊ ആ വിപണന തന്ത്രങ്ങൾ അല്ലെങ്കിൽ വിപണന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് മറ്റൊരു അല്ലെങ്കിൽ 8 മാർക്കിന്റെ ഒരു ചോദ്യമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് പോകുന്നു. ആശയവിനിമയ പ്രക്രിയയിലെ വിവിധ ഘടകങ്ങൾ വിശദീകരിക്കുക. ആശയവിനിമയ പ്രക്രിയയിലെ വിവിധ ഘടകങ്ങൾ വിശദീകരിക്കുക. നമ്മുടെ എക്കണോമിക്സിന്റെ മലയാളം പറയുന്നത് പോലെ തന്നെ, എക്കണോമിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതിൽ ഉപയോഗിക്കുന്ന മലയാളം വാക്കുകളൊക്കെ ആ മലയാളം വാക്കുകൾ പോലെ തന്നെ കുറച്ചൊക്കെ നമുക്ക് അത്ര ലളിതമാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചില വേർഡ്സുകളാണ് ഈ ബിസിനസ് സ്റ്റഡീസിലും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ അങ്ങോട്ട് ഗ്രഹിച്ചെടുക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് വേണം ഇതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ. ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആശയവിനിമയ പ്രക്രിയ മനസ്സിലായല്ലോ. ആരോടൊക്കെ തമ്മിലാണ് നമ്മൾ ആശയവിനിമയം ചെയ്യുന്നത്. അത് ആ ആശയവിനിമയത്തിന്റെ ഘട്ടങ്ങൾ, വിവിധ തരത്തിലുള്ള ഘടകങ്ങളാണ്. ഓക്കെ, പ്രക്രിയയിലെ വിവിധ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാണ്. മാസ്ലോയുടെ അവശ്യ ശ്രേണി സിദ്ധാന്തം ചുരുക്കി വിവരിക്കുക. നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇത് മാത്രമാണ്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചോ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, മാസ്ലോയുടെ അവശ്യ ശ്രേണി സിദ്ധാന്തം ചുരുക്കി വിവരിക്കുക. ഓക്കെ, മാസ്ലോയുടെ അവശ്യ ശ്രേണി സിദ്ധാന്തം.
ഓക്കെ, അപ്പോൾ ഈ അവശ്യ ശ്രേണി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ആ ഒരു സിദ്ധാന്തം തയ്യാറാക്കിയത് മാസ്ലോയാണ്. അപ്പോൾ ആ മാസ്ലോ അതിൽ എന്തൊക്കെയാണ് നമുക്ക് വിവരിച്ചു തരുന്നത്, അവശ്യ ശ്രേണി സിദ്ധാന്തത്തിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ആ ഓരോ സിദ്ധാന്തത്തിന്റെ ഓരോ ഭാഗവും കൃത്യമായിട്ട് പഠിക്കുക. വളരെ നിങ്ങൾ ഷോർട്ട് ചെയ്തിട്ട് വേണം പഠിക്കാൻ, ഷോർട്ട് ചെയ്തിട്ട് തന്നെയാണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ മാസ്ലോയുടെ അവശ്യ ശ്രേണി സിദ്ധാന്തം നിങ്ങൾ മറക്കാതെ പഠിക്കുക. ഓക്കെ, അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എസ്എയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. അത് ഹെൻറി ഫയോളിന്റെ 8 മാനേജ്മെന്റ് തത്വങ്ങൾ ചുരുക്കി വിവരിക്കുക. ഇതും നിങ്ങൾക്കൊരു എസ്സെ വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വരേണ്ട ഒരു എസ്സെ തന്നെയാണ്. ഹെൻറി ഫയോളിന്റെ 8 മാനേജ്മെന്റ് തത്വങ്ങൾ. ഒരു മാനേജ്മെന്റ് പ്രയോഗിക്കേണ്ട തത്വങ്ങൾ, 8 തത്വങ്ങളുണ്ട് എന്നാണ് ഹെൻറി ഫയോളി പറയുന്നത്. ആ ഹെൻറി ഫയോളിയുടെ 8 മാനേജ്മെന്റ് തത്വങ്ങൾ ചുരുക്കി വിവരിക്കുക. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ പറയുന്ന ചോദ്യങ്ങളല്ലാതെ വേറൊരു ചോദ്യവും, അല്ലെങ്കിൽ ഇതിൽ നിന്നല്ലാതെ ഒരു ചോദ്യവും നിങ്ങൾക്ക് എസ്സേ ആയിട്ട് വേറെ വരില്ല. അത് ഗ്യാരണ്ടീഡ് ആണ്. 2 ചോദ്യങ്ങളെ നമുക്ക് പരീക്ഷയ്ക്ക് എഴുതേണ്ടതുള്ളൂ. 3 ചോദ്യങ്ങളാണ് എസ്സേ വരുന്നത്. അതിൽ 2 ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, ഞാൻ ഒന്നും കൂടെ റിവൈസ് ചെയ്ത് പറയാം. ഹെൻറി ഫയോളിന്റെ 8 മാനേജ്മെന്റ് തത്വങ്ങൾ ചുരുക്കി വിവരിക്കുക എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ഒരു ചോദ്യം മാസ്ലോയുടെ അവശ്യ ശ്രേണി സിദ്ധാന്തം ചുരുക്കി വിവരിക്കുക എന്നുള്ളതാണ്. 2 ചോദ്യങ്ങളായി. മൂന്നാമതൊരു ചോദ്യം ആശയവിനിമയ പ്രക്രിയയുടെ വിവിധ ഘടകങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതാണ്. ആശയവിനിമയ പ്രക്രിയയിലെ വിവിധ ഘടകങ്ങൾ വിശദീകരിക്കുക എന്നുള്ളത്. ഓക്കെ, മൂന്നാമത്തേത്. നാലാമത്തേത് വിപണനത്തിന്റെ വിവിധ ധർമ്മങ്ങൾ വിവരിക്കുക. അല്ലെ, വിപണനത്തിന്റെ വിവിധ ധർമ്മങ്ങൾ വിവരിക്കുക. 4 ഓക്കെ, ഇനി 5-മത്തേത് നമ്മള് ഉദ്യോഗവൽക്കരണ പ്രക്രിയ വിശദീകരിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടും വരുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഉദ്യോഗവൽക്കരണ പ്രക്രിയ വിശദീകരിക്കുക. ഓക്കെ ഡിയർ, അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം ചോദ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ മുഴുവനായിട്ടും 1 വേർഡ് മുതൽ നമ്മുടെ 5 മാർക്ക് വരെയുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരും. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ നിങ്ങൾ ചെയ്ത എല്ലാ സപ്പോർട്ടും നമുക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ ക്ലാസ്സുകളും ഈ കഴിഞ്ഞ എക്സാമിൽ നിന്ന് നമുക്ക് കിട്ടിയുള്ള റിവ്യൂ പ്രകാരം വളരെ ഈസി ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയുള്ള എക്സാമുകളും നമുക്ക് വളരെ കറക്റ്റായിട്ട് കൃത്യമായിട്ടുള്ള പഠനത്തോട് കൂടിയിട്ട് എളുപ്പമുള്ളതാക്കി മാറ്റാൻ സാധിക്കട്ടെ. അതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ ഗ്രൂപ്പുകളിലേക്കും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.